പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. ഹോങ്കോങ്ങിൽ പാർപ്പിട സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 55ആയി. 200-ലധികം പേരെ കാണാതായി എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്നലെ പ്രാദേശിക സമയം വൈകിട്ട് 6:30യോടെയാണ് തായ്പോയിലെ വാങ് ഫുക് കോർട്ട് ഹൗസിംഗ് സമുച്ചയത്തിലെ 8 ടവറുകളിൽ 7ഇടത്ത് തീപിടുത്തമുണ്ടായത്. മുള കൊണ്ടുള്ള മേൽത്തട്ടിൽ തീപിടിച്ചാണ് അപകടം വ്യാപിച്ചത് എന്നുള്ളതും കൂടി കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. 8 ടവറുകളിലായി 2000 പേർ താമസിക്കുന്ന പാർപ്പിട സമുച്ചയമാണിത്. സംഭവത്തിൽ കെട്ടിടത്തിന്റെ നിർമ്മാണ കമ്പനിയിലെ 3 ഉദ്യോഗസ്ഥരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ മരണസംഖ്യ ഉയരുന്നു, 55ലേക്ക് എത്തിയിരിക്കുന്നു. രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ്. 200 പേരെ കാണാതായിട്ടുണ്ട്. ഇനിയും നിരവധി പേരെ, ഈ കാണാതായവരെ കണ്ടെത്താനുണ്ട്. അധികം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. 40-ലധികം പേർക്ക് പരിക്കേറ്റ സാഹചര്യമുണ്ട്. ഗുരുതര പരിക്കുകളുണ്ട്, ഗുരുതര പരിക്കേറ്റവരുണ്ട്. 200 പേരെ കാണാതായിട്ടുണ്ട്. അവർ എവിടെയാണ് എന്നുള്ളത് പോലും അറിയില്ല. രക്ഷാപ്രവർത്തനം ഇപ്പോഴും തുടരുകയാണ് എന്നുള്ളത് തന്നെയാണ്. ഈ കാണാതായവരെ കണ്ടെത്തുക, അല്ലെങ്കിൽ കാണാതായവർ എവിടെ എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് ഒരു ഉത്തരം കണ്ടെത്തുക എന്നുള്ള ഒരു ദൗത്യം കൂടി രക്ഷാപ്രവർത്തകർക്ക് മുന്നിലുണ്ട്. തീ പൂർണ്ണമായും അണയ്ക്കാൻ സാധിച്ചോ എന്നുള്ളതിൽ ഇപ്പോഴും ഒരു വ്യക്തത വന്നിട്ടില്ല. ഏതാണ്ട് അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ തന്നെയാണ് വ്യക്തമാകുന്നത്. ഇപ്പോൾ മരണസംഖ്യ, ഹോങ്കോങ്ങിൽ പാർപ്പിട സമുച്ചയത്തിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരണം 55 ആയിരിക്കുന്നു.